ഹമാസും തമ്മിലുള്ള ഗസ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിന് തൊട്ടരികിലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വെടിനിർത്തൽ ബന്ദിമോചന കരാർ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബൈഡൻ ഭരണകൂടത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് കരാർ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. പ്രസിഡന്റ് ബൈഡൻ തയ്യാറാക്കിയ പദ്ധതി പ്രകാരമുള്ള കരാറാണ് നടപ്പാക്കുകയെന്നും പാരീസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ബ്ലിങ്കൻ വ്യക്തമാക്കി. ഏറ്റുമുട്ടലുകൾ അവസാനിച്ചാൽ ഗസ മുനമ്പിന്റെ പുനർനിർമ്മാണം, ഭരണം, സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിലും ബൈഡൻ ഭരണകൂടം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പദ്ധതി നിർദ്ദേശവും ട്രംപ് ഭരണകൂടത്തിന് കൈമാറും. ഗസയിൽ വെടിനിർത്തൽ സാധ്യമായാൽ നിരവധി അവസരങ്ങളാണ് ലഭിക്കുക. ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിലുള്ള സഹകരണം സാധാരണ നിലയിലേക്ക് എത്തുകയും ഫലസ്തീനികളുടെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളിൽ ധാരണയാകുമെന്നും ബ്ലിങ്കൻ ചൂണ്ടിക്കാട്ടി. മെയിലാണ് ബൈഡൻ ഭരണകൂടം 3 ഘട്ടമായിട്ടുള്ള ഗസ വെടിനിർത്തൽ കരാറിനുള്ള രൂപരേഖ തയ്യാറാക്കിയത്. ചട്ടക്കൂടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ US-ന്റെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ നടക്കുന്നത്. വെടിനിർത്തൽ 6 ആഴ്ച നീണ്ടു നിൽക്കുമെന്നും 34 ബന്ദികളെ വിട്ടയക്കാൻ തീരുമാനിച്ചതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.